ബികോമിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നതിൻ്റെ അതായത് ആ വിഷയത്തിലെ ചില ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് MCQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഡാഷ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഇവിടെ ഓപ്ഷൻസ് നൽകിയിരിക്കണതിൽ ജേർണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പുസ്തകം ഏതാണെന്ന് വെച്ചാൽ ജേർണലാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഈസ് കോൾഡ് ഡാഷ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് പോസ്റ്റിംഗ് ആണ്, ക്ലാസിഫിംഗ് ആണ്, സമ്മറൈസിംഗ് ആണ്, ജേർണലൈസിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വർഷത്തിൽ നടന്ന ട്രാൻസാക്ഷൻ മുഴുവൻ ചുരുക്കിയെടുക്കലാണ്, സമ്മറി ആക്കി എടുക്കലാണ്, സമ്മറൈസിംഗ് ആണ്. ഓപ്ഷൻ 3 സമ്മറൈസിംഗ് എന്നുള്ളതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ദ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് ദാറ്റ് അറ്റംപ്റ്റ്സ് ടു കൺസിഡർ എൻവയോൺമെന്റൽ കോസ്റ്റ് ഇൻ ടു ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻസ് ഈസ് കോൾഡ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിസൾട്ട്, ബിസിനസ് ഓപ്പറേഷന്റെ ഫിനാൻഷ്യൽ റിസൾട്ട് നമ്മുടെ ലാഭമാണ്. അത് ഒരു വശത്ത്, മറുവശത്ത് പരിസ്ഥിതിപരമായ ചില നഷ്ടങ്ങളും ചെലവുകളും നമുക്ക് നേരിടുന്നുണ്ട്. അതും കൂടി സഹിച്ചിട്ടാണ് നമ്മൾ വരുമാനം ലാഭം ഉണ്ടാക്കുന്നത്. ഇത് എന്ത് തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്ന അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചിന് പറയുന്ന പേര് എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നാണ്, സാമൂഹ്യ ഉത്തരവാദിത്ത അക്കൗണ്ടിങ് എന്നാണോ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണോ, ഗ്രീൻ അക്കൗണ്ടിങ് എന്നാണോ, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നാണ് നമുക്ക് പറയാൻ കഴിയും. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് ഡിസ്ക്രൈബ്സ് ദ സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ക്യാഷ്. ക്യാഷിന്റെ യൂസ്, ക്യാഷിന്റെ സോഴ്സസ്, ക്യാഷ് ഉപയോഗിക്കുന്നതിന്റെ ക്യാഷ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അത് ക്യാഷ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇത് വിവരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിലാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ് നമുക്ക് ഇത് ക്യാഷ് എവിടെ നിന്ന് ഉണ്ടാവണതെന്നും ക്യാഷിന്റെ ഇൻഫ്ലോയും ക്യാഷിന്റെ ഔട്ട്ഫ്ലോയും ഒക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കറിയാം. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ദി ഓപ്പറേഷണൽ റിസൾട്ട് ഓഫ് ബിസിനസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ഡാഷ്. ബിസിനസ് ഓപ്പറേഷൻസിന്റെ റിസൾട്ട് അഥവാ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിശ്ചയിക്കുമ്പോഴാണ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ബിസിനസ് ഓപ്പറേഷൻസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലാഭം അല്ലെങ്കിൽ നഷ്ടമാണല്ലോ. അതറിയണത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാഭനഷ്ട കണക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. അവിടെയാണ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഈ മൂന്നിനെയും കൂടി, ട്രേഡിംഗ് അക്കൗണ്ടിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് എന്നാണ്. ആറാമത്തെ ചോദ്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ നമുക്ക് വേറൊരു പേരും കൂടി പറയാം. എന്തോന്നാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം അല്ലെ? എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏതാണ്? വരുമാനം, നമ്മുടെ ഇൻകം കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ഇനി ഏഴാമത്തേത്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്സ് ഓർ ഇംപ്രൂവിംഗ് എക്സിസ്റ്റിംഗ് അസറ്റ്സ് ഫോർ ഇൻക്രീസിംഗ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ഈസ് കോൾഡ്. ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റുകൾ നമ്മൾ അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമേൽ നമ്മൾക്ക് കുറച്ച് ചിലവുകൾ വരും, അതായത് റിപ്പയേഴ്സും റിന്യൂവൽസും കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അസറ്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവുകൾ വരും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ്, അതായത് നമ്മുടെ വീട് പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ കെട്ടിടം പെയിന്റ് അടിക്കുക, അതൊക്കെ എക്സിസ്റ്റിംഗ് അസറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഫോർ ഇൻക്രീസിങ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വരുന്ന ഫിക്സഡ് അസറ്റ് മേൽ വരുന്ന ചെലവുകൾ, എക്സ്പെൻഡിച്ചറുകളെ നമുക്ക് എന്ത് പേരാണ് വിളിക്കാൻ കഴിയുന്നത്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കണമോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കണമോ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കണമോ, അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കണമോ? ഏത് പേരാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം മെഷീനറി, അതുപോലെ തന്നെ ഫർണിച്ചർ, ഇതൊക്കെ മൂലധന വസ്തുക്കളാണ്. അതിന്മേൽ റിപ്പയറിങ്ങുകൾ നടത്തുക, അതിന് പെയിന്റ് അടിക്കുക, അതിൻ്റെ കംപ്ലൈൻസും ഡാമേജും ഒക്കെ മാറ്റുക, അതിൻ്റെ സ്പെയർ പാർട്സ് തേയ്മാനം വന്നത് മാറ്റിയിടുക, ഇതൊക്കെ മെഷീനറിക്കും ഒക്കെ വരുന്നത് ചെയ്യുമ്പോൾ അത് മൂലധന വസ്തുക്കളിന്മേൽ നമ്മൾ പണം മുടക്കുകയാണ്. അത് മൂലധന ചെലവാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടേം ബെനിഫിറ്റ് നേടിത്തരുന്ന ആസ്തികളിന്മേൽ ഇത്തരത്തിൽ പണം മുടക്കുന്നതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അതേസമയം ബിസിനസിന്റെ ദൈനംദിന വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ പറയുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പോൾ നമ്മുടെ 7 ചോദ്യങ്ങളാണ് ഇതുവരെ നോക്കിയത്.